2025 ജൂൺ 12 വിധി മണത്ത ഒരു ദിനം. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം പതിവുപോലെ തിരക്കിലായിരുന്നു. ലണ്ടനിലേക്ക് പറന്നുയരാൻ തയ്യാറെടുത്ത് റൺവേയിൽ കാത്തുകിടക്കുകയായിരുന്നു എയർ ഇന്ത്യയുടെ AI-171 നമ്പർ ബോയിംഗ് 787 ഡ്രീം ലൈനർ. അകത്ത് 242 പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞുനിന്നു. വിൻഡോ സീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കിയ അരുൺകുമാർ തന്റെ മകളെ ലണ്ടനിലെത്തിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ മുഴുകി. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അടുത്ത സീറ്റിലിരുന്ന് പുസ്തകം വായിക്കുകയായിരുന്ന വയോധികൻ ലണ്ടനിലെ തന്റെ മകനെ കാണാനുള്ള തിടുക്കത്തിലായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ആനന്ദത്തിന്റെ നേർത്ത ചിരിയുണ്ടായിരുന്നു. പൈലറ്റ് ക്യാബിനിൽ ക്യാപ്റ്റൻ രാജ്കുമാറും ഫസ്റ്റ് ഓഫീസർ പ്രിയയും പതിവ് പരിശോധനകൾ പൂർത്തിയാക്കി. എല്ലാം ഓക്കെയാണ്, ടേക്ക് ഓഫിന് തയ്യാറാണ്, രാജ്കുമാർ എയർ ട്രാഫിക് കൺട്രോളിൽ അറിയിച്ചു. വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാനുള്ള അനുമതി ലഭിച്ചു. എഞ്ചിനുകൾ ഗർജിച്ചു തുടങ്ങി. വിമാനം പതിയെ മുന്നോട്ട് നീങ്ങി വേഗതയാർജിച്ച് റൺവേയിലൂടെ കുതിച്ചു. മൈലുകൾക്കപ്പുറം അഹമ്മദാബാദ് നഗരത്തിലെ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ ഡൈനിങ് ഹാളിൽ ഉച്ചഭക്ഷണം കഴിക്കുകയായിരുന്നു ഏതാനും മെഡിക്കൽ വിദ്യാർത്ഥികൾ. തമാശകളും ചിരികളും അവിടെ നിറഞ്ഞു നിന്നു. നാളത്തെ പരീക്ഷയെക്കുറിച്ചും ഭാവി സ്വപ്നങ്ങളെക്കുറിച്ചും അവർ വാതോരാതെ സംസാരിച്ചു. അവരുടെ നിഷ്കളങ്കമായ മുഖങ്ങളിൽ ഒരു ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ദീപ്തമായി. പെട്ടെന്ന് ഒരു ഇടിമുഴക്കം പോലെ ഒരു വലിയ ശബ്ദം. വിമാനം പറന്നുയർന്ന് 30 സെക്കൻഡിനുള്ളിൽ നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു. അത് ഒരു കൂറ്റൻ പക്ഷിയെപ്പോലെ ആകാശത്ത് നിന്ന് താഴോട്ട് കൂപ്പുകുത്തി നേരെ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ ഡൈനിങ് ഹാളിന് മുകളിലേക്ക്. നിമിഷാർദ്ധം കൊണ്ട് ആനന്ദം നിറഞ്ഞ അന്തരീക്ഷം നിലവിളികളാലും മരണത്തിന്റെ നിശബ്ദതയാലും മൂടപ്പെട്ടു. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും വിമാനത്തിന്റെ ഭാഗങ്ങളും തകർന്ന് ചിതറി. തീയും പുകയും എല്ലായിടത്തും നിറഞ്ഞു. അരുൺകുമാറിന്റെയും മകളുടെയും സ്വപ്നങ്ങൾ ചിതറിത്തെറിച്ചു. വയോധികന്റെ മകനെ കാണാനുള്ള ആഗ്രഹം ഒരു നേർത്ത ചിമ്മിനി പോലെ ആളിയണഞ്ഞു. ഡൈനിങ് ഹാളിൽ ചിരിച്ചും കളിച്ചുമിരുന്ന വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകളും ജീവനും നിമിഷങ്ങൾക്കകം ഇല്ലാതായി. അപകടസ്ഥലം ഒരു യുദ്ധക്കളമായി മാറി. അഗ്നിശമന സേനാംഗങ്ങളും ദുരന്ത നിവാരണ സേനയും പോലീസും ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റി. മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിക്കിടന്നു. ആകാശത്ത് നിന്ന് താഴെ പതിച്ച ആ ഭീമാകാരമായ പക്ഷി അനേകം ജീവനുകൾ കവർന്നെടുത്തു. ആ ദുരന്തത്തിൽ നിന്ന് ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു, വിശ്വാസ് കുമാർ രമേശ്. പക്ഷെ തന്റെ മുന്നിൽ നടന്ന ആ ഭീകരമായ കാഴ്ച അയാളുടെ ഓർമ്മകളിൽ ഒരു മായാത്ത കറുത്ത പാടായി അവശേഷിച്ചു. അപകടത്തിന്റെ കാരണം ഇന്നും ദുരൂഹമാണ്. സാങ്കേതിക തകരാറോ, എഞ്ചിൻ തകരാറോ, അതോ മറ്റെന്തെങ്കിലുമോ? ഒരുപക്ഷെ വിധിയുടെ കറുത്ത കരങ്ങൾ ആ വിമാനത്തെയും അതിലെ യാത്രക്കാരെയും അപ്രതീക്ഷിതമായ ഒരു ദുരന്തത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയായിരുന്നു. അഹമ്മദാബാദ് വിമാന ദുരന്തം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. അനേകം കുടുംബങ്ങൾക്ക് അത് തീരാനഷ്ടവും പേടിസ്വപ്നവും സമ്മാനിച്ചു. ഓരോ വിമാനത്തിന്റെയും പറന്നുയരലിൽ ഒരു നിമിഷം ആകാശത്ത് നിന്ന് നിലവിളിച്ചെത്തിയ ആ ഭീമാകാരമായ പക്ഷിയുടെ ഓർമ്മകൾ ഇന്നും ഒരു ഞടുക്കമായി അവശേഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.